നമസ്കാരം. തുറന്ന സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് ശശി തരൂർ. ശശി തരൂർ തന്നെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഇതിനു മുൻപ് രാജീവ് ചന്ദ്രശേഖർ തന്നെ രംഗത്തെത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പരാതി നൽകുകയും മാത്രമല്ല തിരുവനന്തപുരത്തിന്റെ വികസനത്തെക്കുറിച്ച് ഒരു തുറന്ന ചർച്ചയാകാം എന്ന വെല്ലുവിളി ശശി തരൂരിന് നേർക്ക് ഉയർത്തുകയും ചെയ്തിരുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉടൻ തന്നെ പിൻവലിക്കണമെന്നും ബഹുമാന്യരായ വ്യക്തികളോട് അവരെ അപമാനിച്ച സ്ഥിതിക്ക് അവരോട് മാപ്പ് പറയണമെന്നുകൂടി രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്തിന്റെ സമഗ്ര വികസനത്തിനായി ക്രിയാത്മകമായ സംവാദത്തിൽ ഏർപ്പെടാം എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചത്. ഈ വെല്ലുവിളിയാണ് ശശി തരൂർ ഏറ്റെടുത്തത്. സാധാരണയായി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും മറ്റുമാണ് നമ്മൾ ഈ തുറന്ന സംവാദം കണ്ടിട്ടുള്ളത്. ഇതേ മാതൃക തന്നെയാണ് തിരുവനന്തപുരത്ത് ഇനി നടക്കാൻ പോകുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ നെഞ്ചിൽ വലിയ ചങ്കിടിപ്പ് തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആവലാതികളൊന്നും ശശി തരൂരിനില്ല. അദ്ദേഹം മുന്നോട്ട് തന്നെ പോകുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ ഒരു തുറന്ന സംവാദം നടക്കുകയാണെങ്കിൽ തീർച്ചയായും അത് കേരളത്തിലെ നിലവിലുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഗതിയെ പോലും മാറ്റിമറിക്കാൻ കെൽപ്പുള്ളത് തന്നെയായിരിക്കും. ദേശീയ മാധ്യമങ്ങളിലടക്കം ഇത് ശ്രദ്ധ പിടിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇനിയുള്ള ദിവസങ്ങൾ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് തലസ്ഥാന നഗരിയിലുള്ള ജനങ്ങൾ ഒന്നടങ്കം. എന്തൊക്കെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ താൻ തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്തത് എന്നതിന്റെ കൃത്യമായ കണക്കുകൾ ശശി തരൂരിനെ ബോധിപ്പിക്കേണ്ടതായി വരും. അങ്ങനെ കരുത്തരായ രണ്ട് നേതാക്കളുടെ ഒരു ശക്തമായ സംവാദം തന്നെയാണ് സംസ്ഥാനവും പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് മലയാളം.